കോഴിക്കോട് പാളയം ബിജു കൊലപാതകത്തിൽ പ്രതി ദീപകിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി പോലീസിന് കണ്ടെത്താനായില്ല. മരിച്ച ബിജുവിന്റെ സംസ്കാര ചടങ്ങിൽ പ്രതിയായ ദീപക് കയ്യിൽ മുറിവുമായാണ് എത്തിയത്. തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റും രേഖപ്പെടുത്തി. ലഹരിക്ക് അടിമയായ പ്രതി ദീപകിനെ മരിച്ച ബിജുവിന്റെ നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ സെന്ററിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സയ്ക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വൈരാഗ്യത്തിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിനു ശേഷം ബിജുവിന്റെ ഫോൺ, വാഹനത്തിന്റെ കീ എന്നിവ ദീപകിന്റെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. ഈ കൊലപാതകത്തിന്റെ നേച്ചർ തന്നെയാണ് പ്രതിയിലേക്ക് കൂടുതൽ നീങ്ങാനും സൂചന ലഭിച്ചത്. അത് സാധാരണ ഇത്തരം പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് ഒത്തിരി വയലന്റ് സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒത്തിരി ക്രൂരമായ മനസ്സുള്ള പ്രതികൾക്ക് തന്നെയാണ്. അതും ഞങ്ങൾക്ക് അന്വേഷണത്തിൽ കൂടുതൽ ആ രീതിയിലേക്ക് നീങ്ങാൻ സാധ്യമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് നേരത്തെ നല്ല വൈരാഗ്യമുണ്ട്. അത് ചില പ്രതിക്ക് പെട്ടെന്ന് അത് ചെയ്യണമെന്ന് തോന്നിയ സന്ദർഭം, അത് പ്രതിക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളാണ്. നേരത്തെ പ്രതിക്ക് മരണപ്പെട്ട ബിജുവിനോട് നല്ല വൈരാഗ്യമുണ്ട്. ബിജുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ബിജുവിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ 45 മുറിവിൽ 18 മുറിവും കഴുത്തിലാണ്. സംഭവ ദിവസം മദ്യപിച്ചതുകൊണ്ടുതന്നെ ബിജുവിന് യുവാവിന്റെ ആക്രമണം പ്രതിരോധിക്കാനും ആയില്ല. പ്രതി ദീപകിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. കൈരളി ന്യൂസ്, കോഴിക്കോട്.